ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പന്. അത്യാവശ്യം തിരക്കുകൾ തന്നെയായി, തിരക്കൊക്കെ ആയി. ഇന്ന് ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായത് നമ്മുടെ കക്കാട് കിരണാനന്ദോദിക്കനാണ്. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ട് കളവും കൊണ്ട്. വളരെ കേമായിട്ടങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു തൂണൊക്കെ ഉണ്ട്. ആ തൂണിന് മറിഞ്ഞ് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണെന്ന് ചാർത്തിയിട്ടുള്ളത് കേട്ടോ. എന്താ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. വലത്തെ മുഖത്തിൻ്റെ ഒരു വലത്തെ ഭാഗം മാത്രം ഇങ്ങനെ കാണുന്നു. വലത്തെ കൈയും ഒളിഞ്ഞു നോക്കുകയാണ് ആൾ. അമ്മ എന്തോ പറഞ്ഞപ്പോൾ ഒളിഞ്ഞു നോക്കുകയാണ്. അമ്മ പോയി ചീത്ത പറഞ്ഞപ്പോഴേ അമ്മ അങ്ങോട്ട് മാറിപ്പോയോ എന്ന് നോക്കുകയാണ്. അതോ ഇനി വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ ഇല്ലാത്ത തഞ്ചം നോക്കിയിട്ട് നിൽക്കുകയാണോ എന്നറിയില്ല. ഉണ്ണി എവിടേക്കോ പോയി, ഉണ്ണി കളിക്കാൻ പോയോ എന്ന് വെച്ചിട്ടേ അങ്ങനെ നോക്കി നിൽക്കുകയാണോ അമ്മ. അത് വിചാരിച്ചോട്ടെ, അത് നിരീക്ഷിച്ചോട്ടെ എന്ന് വെച്ചിട്ടിങ്ങനെ ഉണ്ണീനെ കാണാനില്ലല്ലോ എന്ന് വെച്ചിട്ട് നോക്കാനുള്ള അതിൽ നിൽക്കുമ്പോൾ പതുക്കെ പോയിട്ട് എടുക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയില്ല. അതോ നമ്മളെ ഭക്തരെ നോക്കി നിൽക്കുകയാണോ എന്നറിയില്ല. എന്തായാലും ഒരു കുറച്ച് ഭാഗം മാത്രം ആ തൂണിന് മറ പറ്റിയിട്ടാണ് ആൾ നിൽക്കുന്നത്. നമ്മൾ വരുന്ന ഭക്തരെ നോക്കി നിൽക്കാനും സാധ്യത ഉണ്ട്. അപ്പം എന്താണെന്ന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്നറിയില്ല. യശോദാമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ട് നിൽക്കുകയാണോ എന്നും അറിയില്ല. എന്തായാലും ആളെ ഒളിഞ്ഞു നോക്കുകയാണ് ആൾ. നമ്മളെ കാണാനാണോ യശോദാമ്മയെ കാണാനാണോ അത് ഇനി വസുദേവരെ കാണാനാണോ നന്ദഗോപരെ കാണാനാണോ ആരെ കാണാനാണെന്നറിയില്ല. എന്തായാലും നല്ല നോട്ടാണ് നോക്കുന്നത്. വളരെ ആ മയിൽപ്പീലിയൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഗോപിക്കുറിയൊക്കെ ഉണ്ട്, പൊന്നിൻ്റെ ഗോപി തന്നെയാണ്. നന്നായിട്ട് കാഴ്ച നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു കുസൃതിയൊക്കെയാണ് മുഖത്ത്, ആ കാണാൻ പറ്റുന്ന മുഖത്ത് ഒരു കുസൃതിയൊക്കെ ആയിട്ട് ഇങ്ങനെ ആ തൂണിനെ അങ്ങനെ ചാരി നിൽക്കുന്ന അതിങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ എന്താ രസം. നമ്മളെ മനസ്സ് നിറയുമല്ലോ. ആ ഒരു ഇതൊന്ന് സങ്കല്പിച്ച് നോക്കൂ, എന്താ ഒരു രസം. ആ ഒരു കുസൃതി കൊടുക്കയായ പൊന്നുണ്ണിക്കണ്ണൻ ആ തൂണിനെ മറ പറ്റി നിൽക്കുന്നത് കാണുമ്പോൾ എന്താണ് നമ്മളെ എല്ലാ വിഷമങ്ങളും മാറും. അതാണ് ഇന്നിപ്പോൾ ആ ഗുരുവായൂർ ആ ശ്രീലകത്ത് നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ. എന്തായാലും നല്ല രസകരമായിട്ട് അത് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമുക്ക് തൊഴാൻ പോവുക. എന്തായാലും ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴാം. ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി പോവുകയാണ്. ആ തിരക്കൊക്കെ ഉണ്ട്. ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറേ ആളുകൾ ഫ്ലൈ ഓവർ കയറിയിട്ട് വരുന്നു, കുറേ ആൾക്കാർ ഇപ്പുറത്തു കൂടെ വരുന്നു. എന്തായാലും നമ്മളും അവിടെ എത്തി. ആ എന്താ പറയുക, മുന്നിലെത്തി വാതിലിൻ്റെ കിടക്കാണ്. വാതിൽ കിടക്കുമ്പോൾ നമ്മളെ എന്താ പറയുക, ആത്മഹർഷത്തോടെ നമ്മൾ നോക്കുകയാണ് ആ ഗുരുവായൂരപ്പനെ. നല്ല കാഴ്ചയാണെന്ന്, നല്ല കാഴ്ച കാണാനുണ്ട്. അപ്പോൾ അവിടുന്ന് കണ്ടു. പതുക്കെ നമ്മൾ ആ വലതുവശം ചേർന്ന് തന്നെ നടന്ന് അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ മണി കിണറിൻ്റെ അവിടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഒന്നും കൂടി അപ്പോൾ അവിടെ നമ്മളെ കുറച്ച് നേരം നിർത്തണം. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും കാണാം. ആ ശ്രീകോവിലിൻ്റെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ ആ മുഖം നമുക്ക് മുഖദർശനം കിട്ടുകയാണ്. അപ്പോൾ അത് കിട്ടി. അപ്പോൾ നമ്മളപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞിട്ട് ആ സന്തോഷമായി, കാണാൻ പറ്റിയല്ലോ എന്ന്. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ചെന്ന് ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിലെത്തി. നമ്മൾ അവിടെ നിന്ന് നോക്കുകയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാനുണ്ട് നല്ല തെളിഞ്ഞ മുഖത്തോടു കൂടിയ ആ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ ആ കുസൃതിക്കുട്ടൻ. എന്താ ഒരു രസം. അപ്പോൾ നമ്മൾ കണ്ടു. നമ്മളെ തന്നെ ആയിരിക്കാം കാത്തു നിന്നിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്ന ആ കണ്ണനെ കണ്ടു. ആ കണ്ണനോട് നമ്മൾ പരിഭവങ്ങളും പരിദേവനങ്ങളും എല്ലാം അവിടെ അറിയിക്കുകയാണ്. നമ്മളെ വിഷമങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാവരും അതിനായിട്ടാണല്ലോ വരുന്നത്, ഒരു നോക്ക് ദർശനത്തിനായിട്ട്. അപ്പോൾ നമ്മളെ പ്രശ്നങ്ങളെല്ലാം ആ ഗുരുവായൂരപ്പ സന്നിധിയിൽ ആ കണ്ണൻ്റെ തിരുമുൻപിൽ അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. എല്ലാം അവിടെ സമർപ്പിക്കുമ്പോൾ നമ്മളെ ഹൃദയം ശുഭചിന്തകളായിരിക്കും പിന്നെ വരുന്നതെല്ലാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആ ഗുരുവായൂരപ്പൻ്റെ നടയിൽ എല്ലാവരുടെയും മനസ്സ് അവിടെ എത്തട്ടെ.
അവിടെ എത്തി നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടു. ഇനി നമ്മളങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.